മാം, ഹോണസ്റ്റായി പറഞ്ഞാൽ ഞാൻ ശരിക്കും ആളുകളെക്കുറിച്ച് കൺസേൺഡ് ആണ്. നിരവധി സ്കാംസ് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് അവെയർ അല്ല. എന്നെപ്പോലെ അല്ല, നിങ്ങളെപ്പോലെ. ഹലോ എവ്രിവൺ. ഇന്ന് നിരവധി ആളുകൾ സ്കാമിന് ഇരയാകുന്നു. എന്നെപ്പോലുള്ളവർക്ക് കുഴപ്പമില്ല, കാരണം ഞങ്ങൾ സ്കാമിനെക്കുറിച്ച് അവെയറും സെൻസിബിളുമാണ്. മാം, ഞാനൊരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അത് മികച്ച സ്റ്റോക്ക് ടിപ്പുകൾ നൽകുന്നു. കൂടാതെ ആ ഗ്രൂപ്പിലെ എല്ലാവരും നല്ല പ്രോഫിറ്റ് നേടുന്നു. എന്നാൽ സാധാരണക്കാരുടെ കാര്യമോ? അവരൊന്നും അത്രയ്ക്കും എഡ്യൂക്കേറ്റഡ് അല്ല, പിന്നെ അവെയർ അല്ല. അവരാണ് ഇതിൽ പെടുന്നത്, അല്ലേ? ഈ തട്ടിപ്പുകൾ വിവിധ രൂപങ്ങളിൽ സംഭവിക്കുന്നു. ആഹാ, അവ എന്തൊക്കെയാണ്? ഡീപ് ഫേക്ക് വീഡിയോകൾ. സെലിബ്രിറ്റികൾ, ബിസിനസ്സുകാർ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് നിക്ഷേപകർ എന്നിവരെ അവതരിപ്പിക്കുന്നു. വ്യാജ സ്റ്റോക്ക് ടിപ്പുകൾ നൽകാൻ AI ഉപയോഗിച്ച് വ്യാജ വീഡിയോകളോ ഓഡിയോകളോ സൃഷ്ടിക്കുന്നു. ആ, ഞാനും അതുപോലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ടിപ്സ് ഒക്കെ നൽകുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വ്യാജ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുമുണ്ട്. അവ യഥാർത്ഥ വെബ്സൈറ്റുകളെ പോലെ കാണപ്പെടുന്നു. അവർ നിങ്ങളുടെ ഡേറ്റയും പാസ്വേഡും മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാലി. ആ, അത് എനിക്കറിയാം മാഡം. എൻ്റെ കസിനും പറ്റി, പാവം. ആ, പിന്നെ മൂന്നാമത്തേത് നിങ്ങൾക്ക് സംഭവിച്ചത്? ഹേ, മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളിലോ ഗ്രൂപ്പ് ചാനലുകളിലോ ചേരാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ഗ്രൂപ്പിൽ പങ്കിട്ട സ്റ്റോക്ക് ടിപ്പുകൾ പിന്തുടർന്ന് തങ്ങൾ എത്ര ലാഭം നേടിയെന്ന് അവരുടെ സ്വന്തം ആളുകൾ തെറ്റായി അവകാശപ്പെടുന്നു. പോലെ അവരെ വിശ്വസിക്കുന്നു. ആ മാഡം, പക്ഷെ എൻ്റെ ഗ്രൂപ്പിൽ എനിക്കത് അറിയില്ലായിരുന്നു. മിക്ക ആളുകളും തങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു എന്ന് പോലും അറിയുന്നില്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം. ശരി. അത്തരം തട്ടിപ്പുകളോ സ്കാമറുകളോ റിപ്പോർട്ട് ചെയ്യുക എന്നതും വളരെ പ്രധാനമാണ്. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വെബ്സൈറ്റിലോ റിപ്പോർട്ട് ചെയ്യാം. www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഓക്കെ. ആദ്യം സ്വയം രക്ഷിക്കുക, പിന്നെ മറ്റുള്ളവരെ രക്ഷിക്കുക. ശരി മാം. ഫ്ലൈറ്റിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ലേ? ആദ്യം നിങ്ങൾ മാസ്ക് ധരിക്കൂ, പിന്നീട് മറ്റുള്ളവരെ. മനസ്സിലായി. സ്കാമുകളെ നാം അടിച്ചമർത്തണം. യെസ് മാം.